അപകട ഭീഷണിയുള്ള അരുവാക്കോട് മലയുടെ മുകളിൽ യന്ത്രസഹായത്തോടെ നടത്തുന്ന പ്രവൃത്തികൾ തടഞ്ഞ് പ്രദേശവാസികൾ. നിലമ്പൂർ നഗരസഭയിലെ വരേടിയം പാടം ഡിവിഷന് കീഴിലെ സ്ഥലത്താണ് 2 ദിവസങ്ങളിലായി പ്രവൃത്തികൾ നടത്തിവരുന്നത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് റവന്യൂ അധികൃതരെത്തി പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2019 പ്രളയത്തെ തുടർന്ന് സമീപവാസികളുടെ ആവശ്യപ്രകാരം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തിയ സ്ഥലമാണിത്. മലയിൽ വിള്ളലുള്ളതായും കുഴികൾ എടുക്കുന്നതും JCB ഉപയോഗിച്ചുള്ള പ്രവൃത്തികളും നിരോധിച്ചിട്ടുണ്ട്. 30ഓളം കുടുംബങ്ങളാണ് അരുവാക്കോട് മലയടിവാരത്തിൽ താമസിക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികളെത്തി പരിശോധിച്ചപ്പോഴാണ് JCB ഉപയോഗിച്ച് പ്രവൃത്തികൾ നടക്കുന്നതായി കണ്ടത്. ഉടനെ അധികൃതരെ വിവരം അറിയിക്കുകയും അധികൃതരെത്തി പ്രവൃത്തികൾ നിർത്തിവെക്കുവാൻ നിർദ്ദേശിച്ചതായും ഇവർ പറഞ്ഞു. ഇത് നമ്മൾ അരുവാക്കോട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വരടേമ്പാടം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അരുവാക്കോട് മലയാണ്. ഈ മലേന്റെ മുകളിൽ 2019 പ്രളയ സമയത്തൊക്കെ ഈ മലയ്ക്ക് വിള്ളലുണ്ട് എന്നുള്ള ഒരു സമീപവാസികളുടെയൊക്കെ പരാതിയെ തുടർന്ന് നമുക്ക് ഇവിടുത്തെ 10-30ഓളം കുടുംബങ്ങൾ ഇതിന്റെ ചുവട്ടിൽ ഓരോ ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്. അപ്പുറ മേഖലയിലാണെങ്കിലും 100-100ഓളം വീടുകൾ വരുന്നുണ്ട്. മലേനെ ചുറ്റപ്പെട്ടിട്ടാണ് ഈ പ്രദേശത്തിന്റെ ഒരു വീടുകളുടെയൊക്കെ അവസ്ഥ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മലപ്പുറം ജിയോളജി വകുപ്പ് എന്നൊക്കെ ആളുകൾ വന്ന് ഇത് പരിശോധന നടത്തിയതാണ്. അന്ന് അവർ പറഞ്ഞത് ഈ മലേന്റെ മുകളിൽ JCB പോലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വർക്കുകളും കിണർ ആഴത്തിലുള്ള കുഴികൾ എടുക്കുക അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത് എന്നൊരു നിർദ്ദേശം നമുക്ക് തന്നിരുന്നു. പിന്നെ രാമച്ചം, മുള അങ്ങനത്തെ വേരോടുന്ന മണ്ണിടിച്ചിൽ തടയാൻ പറ്റുന്ന മരങ്ങൾ ഇതിന് ചുറ്റും വെച്ച് പിടിപ്പിക്കാനൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇത്രയും നാളും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അപ്പുറത്തെ ഒരു മലബാർ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് JCB എന്ന് പ്രവർത്തനം ചെയ്തപ്പോൾ ആ മേഖലയിലുള്ള ആളുകളൊക്കെ തടഞ്ഞിരുന്നു. അവിടെ പ്രവർത്തനമൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പം ഇന്നലെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഈ JCBൻ്റെ സൗണ്ട് കേൾക്കണതും. അപ്പോൾ പറഞ്ഞു ഈ തോംസൺ ഡ്രഗ്സിൽ വർക്ക് കിടക്കാണ്, അടഞ്ഞടക്കണ ഗുളിക കമ്പനിയിലെ വർക്കാണ് എന്നുള്ളതാണ് നമ്മളോട് അറിയിപ്പ് കിട്ടുക. പക്ഷെ അത് ഇന്നലെയും തുടർന്നു. ഇന്നും അത് തുടർന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സമീപവാസികളൊക്കെ കൂടി ആ മകളിൽ കയറി അന്വേഷിക്കാന്ന്. അതേ സമയം അതുകൊണ്ട് തന്നെ നമ്മൾ താലൂക്കിലും വില്ലേജിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തിയിരുന്നു. അവരും ഇപ്പോഴത്തെ താൽക്കാലിക പ്രവർത്തനം നിർത്തിവെച്ച് ഇതിൻ്റെ ഉടമസ്ഥരെ അവരേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്തിരുന്നാലും ആരായിരുന്നാലും ഞങ്ങൾ ഈ കുടുംബങ്ങളുടെ മഴക്കാലത്തെ ഒരു ഭീഷണി തന്നെയാണ് ഈ മല. മഴക്കാലമായാൽ ഭീതിയോടെയാണ് ഇവിടെയുള്ളവർ കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇക്കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ വേണമെന്നും ഇത്തരം പ്രവൃത്തികൾ ശാശ്വതമായി നിർത്തിവെപ്പിക്കണം എന്നുമാണ് ഇവരുടെ ആവശ്യം. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.